ജയചേട്ടനും ഞാനും കൂടെ ഓസ്ട്രേലിയയിൽ ഒരു പ്രോഗ്രാമിന് പോയി. ഓസ്ട്രേലിയയിൽ അയാളുടെ ഒരു സ്പോണ്ടേനിയസ് ആയിട്ടുള്ള റിയാക്ഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അവിടെ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ വൈകുന്നേരമായി കഴിഞ്ഞപ്പോൾ പറഞ്ഞു നമുക്ക് ഈ ക്ലബിൽ പോയാലോ എന്ന് ചോദിച്ചു. അപ്പോൾ അതും വേറെ ഗ്രൂപ്പൊന്നും അറിയാതാണ്. ക്ലബിൽ പോയാലോ, അപ്പം അവിടെ ന്യൂഡായിട്ട് സെർവ് ചെയ്യുന്ന ക്ലബ്ബുണ്ട്. എൻ്റെ വന്നു അല്ല നമുക്ക് രണ്ടും കൂടെ അങ്ങോട്ട് പോവാം. അപ്പോൾ പാസ്പോർട്ടൊക്കെ കൊടുത്തിട്ടാണ് നമ്മളവിടെ കയറി. അവിടെ കയറി മുമ്പിൽ ഒരു ടേബിളിൽ ഏറ്റവും മുമ്പിൽ പോയി ഇങ്ങനെ ഇരിക്കുക. അപ്പം ഡ്രിങ്ക് കുടിച്ചു തുടങ്ങിയപ്പോഴത്തേക്ക് ആരോ ബാക്കിൽ നിന്ന് വിളിച്ച് ചോദിച്ചു, ജഗതി എന്തിനു വന്നതാടാന്ന് ചോദിച്ചു. ഒരു സെക്കൻഡ് പോലും ലേറ്റ് ആകാതെ മറുപടി, നീ കാണാൻ വന്നതിനെ കാണാൻ വന്ന ആടാ എന്നൊരു മറുപടി. എന്നുവെച്ചാൽ ഈ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൻ്റെ ലേറ്റ്നെസ് പോലും ഇല്ലാതാണ് ആ മറുപടി. ഞാൻ കൈ കൊടുത്തു പോയി. ഇത്ര സ്പോണ്ടേനിയസ് ആയിട്ട് റിപ്ലൈ ചെയ്യുന്ന ഒരാൾ സിനിമയിലൊക്കെ കാണാതെ പഠിച്ചിട്ട് പറയുന്നതെന്ന് പറയാം. ഇതല്ലാതെ റിയൽ ലൈഫിൽ പെട്ടെന്നത് ഒരാൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സ്ഥലത്തുനിന്ന് ഒരു ചോദ്യം വരികയും അതിനൊരു ഉത്തരം പറയുകയും ചെയ്യുന്ന ഒരാളായിരുന്നു ജയചേട്ടൻ എന്നുള്ളത്. അപ്പം അവരുടെ ഒരു കോൺട്രിബ്യൂഷൻ കൊണ്ട് ആ സിനിമ ഭയങ്കരമായിട്ട് നന്നായിട്ട് വർക്കൗട്ടായി. ആ സിനിമ വളരെ പടം നന്നായിട്ട് ഓടി. പക്ഷേ അതിനൊരു പ്രോബ്ലം വന്നു ആ സിനിമയുടെ ലാസ്റ്റിൽ. എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഈ ജയചേട്ടനെ ഭയങ്കര ഇൻട്രൊഡക്ഷനൊക്കെ കൊടുത്തിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. ആ പടത്തിൻ്റെ അയാളുടെ ഒരു ഇൻട്രൊഡക്ഷൻ സീൻ എന്ന് പറയുന്നത്. പക്ഷേ റിലീസിനൊരു 3 ദിവസം മുമ്പ് ജയചേട്ടൻ ഏതോ ഒരു കേസുമായിട്ട് ജയിലിലായി. ഇത് ഭയങ്കര ന്യൂസായിരുന്നു. ആ സമയത്ത് ഭയങ്കര ന്യൂസായി. അപ്പം പുള്ളി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ ചെയ്യുന്നൊരു പടമായതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഇത് എന്തായാലും നമ്മളെ എഫക്റ്റ് ചെയ്യും, 100% എഫക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞൊരു വല്ലാത്തൊരു പേടിയുണ്ടായിരുന്നു. അങ്ങനെ തന്നെ സംഭവിച്ചു. ആ തിയേറ്ററിൽ ആ ഷോ കണ്ടപ്പോഴത്തേക്ക് ഓൾ തിയേറ്ററിൽ ഇയാളുടെ ബിൽഡപ്പും ഇയാളുടെ കൈയും കാലും ഒക്കെ അങ്ങനെയാണ് ഒരു ഹീറോയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പോലെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാ തിയേറ്ററിലും കൂവി, ഫുള്ളായിട്ട് കൂവി. പക്ഷേ ഒരു ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേക്ക് അത് അയാൾ തിരിച്ചു പിടിച്ചു എന്നുള്ളതാണ്. കഥാഗതിയിൽ എവിടെയോ ഒരു 3-4 സീൻ കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളി ആൾക്കാരെ കംപ്ലീറ്റ് കയ്യിലെടുത്തു എന്നുള്ളതാണ് അതിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. കയ്യിലെടുത്തിട്ട് അത് ആ ക്യാരക്ടറുടെ കൂടെ പോവുകയും ആ പടം ഒരു സക്സസ് ആവുകയും ചെയ്തു. അതിൻ്റെ കണ്ടിന്യൂഷൻ എന്ന് പറയുന്നത് ഞാൻ പള്ളാശ്ശേരിയെ അവിടുത്തെ ഇരുത്തിയിട്ടായിരുന്നു പോന്നിരുന്നത്. അപ്പം ഞാൻ തിരിച്ച് കൊല്ലത്തേക്കെത്തി, നീണ്ടകര എത്തി. ഞാൻ ചെന്നപ്പോഴത്തേക്ക് പള്ളം കിടക്കുകയാണ്. അപ്പോൾ പള്ളം എണീക്കട്ടെ എന്ന് വെച്ചു. ഞാനും അവിടെ ഇരുന്നു, പള്ളൻ്റെ അവിടെ കിടന്നു. വൈകുന്നേരം നടക്കാൻ പോയപ്പോഴത്തേക്ക് ഞാൻ 35 ദിവസം മുമ്പ് പോയ അതേ ബീച്ചിൽ കൂടെ നടക്കുമ്പോൾ ഞാൻ ചോദിച്ചു, പള്ള കഴിഞ്ഞല്ലേ, നമുക്ക് അടുത്ത ആഴ്ച തുടങ്ങണം എന്ന് പറഞ്ഞു. അപ്പോൾ പള്ള എൻ്റെ പറഞ്ഞു, അല്ലേ എല്ലാം മനസ്സിലുണ്ട്, പക്ഷേ ഒരു ഓപ്പണിങ് കിട്ടിയിട്ടില്ല. ഓപ്പണിങ് കിട്ടിയാൽ ഞാൻ എഴുതി ഇപ്പോൾ തീർക്കുമെന്ന് പറയും. ഈ ഓപ്പണിങ് എൻ്റെ 35 ദിവസത്തേക്ക് മുമ്പ് പറഞ്ഞതാണ്. ആ ഓപ്പണിങ്ങിന് വേണ്ടിയിട്ട് 35 ദിവസം പുള്ളി വെയിറ്റ് ചെയ്തിട്ടും അതിൻ്റെ ഒരു ഓപ്പണിങ് ആവാതെ പുള്ളി ഇരിക്കുകയാണ്. പക്ഷേ ഞങ്ങൾ ആ പടം ചെയ്തു. ഹാർബർ എന്ന് പറഞ്ഞ പടമായിരുന്നു അത്. ബോട്ടിൻ്റെ ബാക്ക് ഡ്രോപ്പും ഒക്കെ വെച്ചിട്ടാണ് ചെയ്തത്. അതിനകത്ത് മെയിൻ ക്യാരക്ടർ ചെയ്തത് തിലകൻ ചേട്ടനും വിജയരാഘവനുമാണ്. ലളിത ചേച്ചി ഈക്വൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ ചെയ്തു. മറ്റു പലരും ഉണ്ടായിരുന്നു അതിനകത്ത്. അതിൻ്റെ ഓർമ്മകളെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ അത് കടലിലെ കുറേ പോർഷൻ ഷൂട്ടുണ്ട്. ഒരു ക്ലൈമാക്സ് പോർഷൻ കടലിലാണ് ഷൂട്ട്. അപ്പം ക്ലൈമാക്സിൻ്റെ ഒരു ഏരിയയിൽ വിജയരാഘവൻ കടലിൽ ഇറങ്ങുന്നുണ്ട്. വിജയരാഘവൻ കടലിൽ കിടക്കുകയാണ്. അപ്പം നമ്മൾ ബോട്ട് ഒരു കടലിൻ്റെ അടുത്ത സ്ഥലങ്ങളിൽ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര തിരയുണ്ടാവും എന്ന് പറഞ്ഞിട്ട് കുറേ ഉള്ളിലേക്ക് പോയി ബോട്ട്. അപ്പോൾ നമ്മളൊരു 3-4 ബോട്ടുണ്ട്. ഉള്ളിൽ ഭക്ഷണം കൊണ്ടുവരാൻ ഒരു ബോട്ട്, ക്യാമറ വെക്കാനുള്ളൊരു ബോട്ട്, ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുവരാനുള്ളൊരു ബോട്ട്, 3-4 ബോട്ടുകൾ എടുത്തിട്ടുണ്ട്. 3-4 ദിവസത്തെ ഷൂട്ടാണ്. പക്ഷേ നമ്മൾ വിചാരിക്കുന്ന മാതിരി അല്ല എന്നുള്ളൊരു, അന്ന് നല്ല കാറ്റും കോളുമൊക്കെ ഉള്ളൊരു സമയം. ഈ ബോട്ട് കുറേ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾക്കാർ ഒമിറ്റ് ചെയ്ത് തുടങ്ങി. കടലിൻ്റെ ഒരു റിയാക്ഷൻ കാരണം അതിന് ഫൈറ്റേഴ്സും ഒക്കെ ഉണ്ട്. ഒമിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരാളും ഇല്ലാതെ എല്ലാവരും ഒമിറ്റ് ചെയ്യുക, എല്ലാവർക്കും മേലാതായി, തലവിറ്റില്ല. അതിനെനിക്ക് തിലേഞ്ചേട്ടൻ വന്ന് ഞാൻ വരത്തില്ല, എനിക്ക് ഹാർട്ട് അറ്റാക്ക് ബൈപ്പാസ് കഴിഞ്ഞാൽ എനിക്കങ്ങനെ കടലിലിറങ്ങാനൊന്നും പറ്റത്തില്ല. പിന്നെ പുള്ളി ഒരുവിധം സോപ്പിട്ട് കൊണ്ടുപോയി. കടലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇതാ അവസ്ഥ, വൊമിറ്റിങ് ആളുകളെല്ലാം. കറക്റ്റായിട്ട് ഷൂട്ട് ചെയ്യാനേ പറ്റുന്നില്ല. അപ്പം നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു സെക്കൻഡ് ആയി കഴിഞ്ഞപ്പോൾ ഒന്ന് ട്യൂണ്ടായി ആൾക്കാർ.
അപ്പം ഞാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ നമ്മൾ കടലിലിറങ്ങുന്ന ഒരു സീക്വൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കിറങ്ങാമല്ലോ കടലിൽ എന്ന് പറഞ്ഞു. ഒരു കാര്യമില്ലാതെ എനിക്ക് അതിൻ്റെ ബോട്ടിൽ നിന്നാൽ മതി. മറ്റേ ലൈഫ് ജാക്കറ്റല്ല, ഇങ്ങനെ റൗണ്ടായിട്ടൊരു സാധനമാണ്. അത് കടലിലേക്ക് ഇട്ടു. നമ്മൾ അതിനകത്ത് ഇങ്ങനെ പിടിച്ച് കിടന്നു. ഇറങ്ങി വാ ആൾക്കാർ എന്നൊക്കെ പറഞ്ഞിട്ട് ചുമ്മാതെ ഒരു സാഹസം കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇറങ്ങിക്കിടന്നു. അപ്പം ഞാൻ അവിടെ നിന്നിട്ടാണ് ഡയറക്ഷനും കാര്യമില്ല, കടലിൽ കിടന്നിട്ട്. അപ്പം മേളിൽ ക്യാമറ ഇരിപ്പുണ്ട്, താഴെ ഒരു ക്യാമറയുണ്ട്. ഇതിൻ്റെ ഇടയ്ക്കെന്ന് വെച്ചാൽ ദൂരെ ഒരു ബോട്ട് കിടപ്പുണ്ട്, കുറച്ച് നീളമായിട്ട് ക്യാമറ ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട്. അതിനിങ്ങനൊരു ബോട്ടിൻ്റെ സ്വിങ് ഉണ്ടല്ലോ, ഈ സ്വിങ്ങിന് ഇത് മൂവ് ചെയ്ത് വരുന്നുണ്ട്. അത് ശ്രദ്ധിച്ചില്ല. ഒരു പോർഷൻ കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഞാൻ ഈ ക്യാമറ വെക്കുന്ന സൈഡിലല്ല, ഫ്രണ്ടിലാണ് ആർട്ടിസ്റ്റൊക്കെ ഇരിക്കുന്നത്, ഞാനാണ് ഈ സൈഡിലുള്ളത്. ഞാൻ പെട്ടെന്ന് നോക്കുമ്പോഴത്തേക്കാന്ന് വെച്ചാൽ ഒരു വലിയ ഇങ്ങനൊരു വേവ് വന്നിട്ട് ഈ 2 ബോട്ടും എൻ്റെ തലയുടെ മേളിൽ ഇങ്ങനെ ക്ലാഷ് ആവുകയാണ്. ക്ലാഷ് ആയിട്ടെന്ന് വെച്ചാൽ ഞാൻ ഇതിൻ്റെ അകത്തായിപ്പോയി. എൻ്റെ കയ്യിൽ നിന്ന് ഈ റൗണ്ടായിട്ടുള്ള സാധനം ബോഡി കിടന്നത് സ്ലിപ്പായി അങ്ങ് പോയി. എനിക്ക് താഴോട്ട് പോയേ നിവൃത്തിയുള്ളൂ, ഞാൻ താഴോട്ടങ്ങ് പോയി. പിന്നെ നമ്മൾ കാണുന്നത് സിനിമയിലൊക്കെ കാണത്തില്ലേ, സൂര്യപ്രകാശം വെളിച്ച് വരുന്ന മാതിരിയുള്ള ലൈറ്റ് താഴെ കടലിൻ്റെ താഴെ കാണുന്ന, അവിടെയൊക്കെ ഭയങ്കര ഡെപ്തുള്ള സ്ഥലങ്ങളാണ്, താഴെ കാണുന്നതാണ്. കയ്യിൽ നിന്ന് പോയി എന്ന് മനസ്സിലായി. നമുക്ക് പിന്നെ ഓർമ്മയൊന്നും ഇല്ലല്ലോ, പിന്നെ എങ്ങനെയെങ്കിലും മുമ്പോട്ട് കയറുക എന്നുള്ളതല്ലേ. നമ്മൾ നേരെ പൊങ്ങി വന്ന് ഒരൊറ്റ ഇടി തലയിൽ. ആ ബോട്ട് അവിടെ കിടക്കുക, അന്നേരം ഒറ്റ ഇടി തലയിൽ അങ്ങനെ താന്നു പോയി. കുറേ വെള്ളം കുടിച്ചു. അപ്പോൾ ആൾക്കാർക്ക് മനസ്സിലായി ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് പോയി എന്ന് മനസ്സിലായി. അപ്പോൾ ആൾക്കാർ ബോട്ടെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളി മാറ്റി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അന്നേരത്തേക്ക് വെള്ളം കുടിച്ച് കഴിഞ്ഞു. പിന്നുള്ളൊരു പൊങ്ങി വരവിൽ എല്ലാവരും കൂടെ എൻ്റെ ഷട്ടിലൊക്കെ പിടിച്ച് ഞാനും ഇതിൻ്റെ സൈഡിൽ, ഈ ബോട്ടിൻ്റെ സൈഡിൽ ഫുൾ കൊക്ക ഇങ്ങനെ നിൽക്കുകയാണ്. അത് തൊട്ടാൽ നമ്മുടെ കൈയെല്ലാം കീറും. ഞാൻ ഇതിനകത്ത് പിടിക്കുകയൊക്കെ ചെയ്ത് അവർ വലിച്ചെന്നെ മേളിൽ കയറ്റിയപ്പോൾ എൻ്റെ കൈ മൊത്തം കീറി, കാലും കീറി. ഷൂട്ട് തീരുന്നവരെ നടക്കാനും മേല, ഭക്ഷണം കഴിക്കാനും മേലാത്തൊരു സിറ്റുവേഷനിലേക്ക് എത്തി. അന്നത്തോടെ തീരുമാനിച്ചു, അഭിനമായ സാഹസം കാണിച്ചിട്ടുള്ള ഷൂട്ടിങ് വേണ്ടാന്ന് ഹാർബർ എന്ന പടത്തിനോട് തീരുമാനിച്ചു. മയിൽപ്പീലിക്കാവ് എന്നുള്ളൊരു പടം ഞങ്ങൾ ചെയ്തു. മയിൽപ്പീലിക്കാവ് ഒരു റീഇൻകാർണേഷൻ സബ്ജക്റ്റാണ്. നമ്മൾ ചില ആൾക്കാരില്ലേ, അവർ ഒരു എൻസൈക്ലോപീഡിയ മാതിരിയുള്ള ആൾക്കാരാണ്. മയിൽപ്പീലിക്കാവ് എഴുതിയ സാബ് ജോണാണ്. സാബ് ജോണിൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത്, സാബ് വളരെ കുറച്ച് പടങ്ങളെ എഴുതിയിട്ടുള്ളെങ്കിൽ തന്നെയും എന്ന് വെച്ചാൽ ഹിന്ദിയിൽ സാബാണ് മറ്റേ ഗുണ എന്ന് പറഞ്ഞ പടം എഴുതിയ, കുരുതൽ പുണ എഴുതിയ സാബാണ്. അങ്ങനെയൊക്കെയുള്ള കമലഹാസൻ്റെ കുറച്ച് പടങ്ങൾ എഴുതിയിട്ടുണ്ട്. മലയാളത്തിൽ രാജീവ് കുമാറിൻ്റെ കമലഹാസൻ്റെ പടം എഴുതിയത് സാബാണ്. അപ്പോൾ എനിക്ക് പണ്ട് മുതലുള്ള സാബിനെ കുറിച്ചൊരു ഇഷ്ടമെന്ന് പറഞ്ഞാൽ സാബിൻ്റെയൊക്കെ സംസാരിച്ചാൽ വളരെ പോസിറ്റീവാണ്. എന്ത് കാര്യത്തിനും ഉത്തരവുണ്ടാവും. 1963 വിൻ്ററിൽ റിലീസ് ചെയ്യുകയും ഓടുകയും ചെയ്ത അമേരിക്കയിലെ പടം ഏതാണെന്ന് ചോദിച്ചാൽ കറക്റ്റായിട്ട് പറയും. അക്കാലത്തെ ഓസ്കാർ കിട്ടിയ നടിക്ക്, ഏത് നടിക്കാണ് ഓസ്കാർ കിട്ടിയതെന്ന് ചോദിച്ചാൽ പറയും. ഈ ഇങ്ങനെ ഒരു സബ്ജക്റ്റുള്ള, ഒരു ലെസ്ബിയൻ സബ്ജക്റ്റുള്ള പടം ഏതാണ് 1974 വന്നതെന്ന് ചോദിച്ചാൽ സാബ് പറയും. എല്ലാത്തിനും ഉത്തരവുണ്ട്. സാബ് ഇപ്പോൾ ഒത്തിരി ഇൻ്റർനാഷണൽ വർക്ക്ഷോപ്പുകൾക്കൊക്കെ, മറ്റേ റൈറ്റിംഗ് വർക്ക്ഷോപ്പുകളൊക്കെ ഒത്തിരി എടുക്കുന്ന ഒരാളാണ് സാബ്. അപ്പം അക്കാലത്ത് സാബ് ആലപ്പുഴയാണ്. അപ്പം ഞാൻ സാബിൻ്റെ ഒക്കെ വന്ന് സാബ് നമുക്കൊരു ഒരു 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 മിസ്റ്ററിയുള്ള ഒരു സിനിമ ചെയ്യണം. അപ്പം ഞങ്ങൾ ആലപ്പുഴയിലൊരു ക്ലബ്ബുണ്ട്, കടൽ തീരത്തായിട്ടൊരു ക്ലബ്ബുണ്ട്. ക്ലബിൻ്റെ ഇരുന്നിട്ടാണ് വൈകുന്നേരം സംസാരിച്ച് തുടങ്ങുന്നത്. അപ്പോൾ സാബിൻ്റെ ഒക്കെ പറഞ്ഞു, ഒരു ഇംഗ്ലീഷ് ഫിലിമിൻ്റെ ഒരു കഥ പറഞ്ഞു. ഇതാണ് കഥ. ജീവിച്ചിരിക്കുന്ന വില്ലനാണ് അതിനകത്തെ മെയിൻ ക്യാരക്ടർ. അയാൾ ഇവരുടെ പാസ്റ്റ് ലൈഫിലുമുണ്ട്, ഇപ്പോഴത്തെ ലൈഫിലുമുണ്ട്. അങ്ങനെ ഒരു കഥയാണ്. അത് നമുക്കൊന്ന് മാറ്റിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു സിനിമയാവും എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ കഥയെക്കുറിച്ച് സംസാരിച്ച് തുടങ്ങി. 9 മണിയായപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് വിളി വന്നു, എവിടെയാണ്, വരുന്നില്ലേ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, വന്നോളൂ നിങ്ങൾ കിടന്നു എന്ന് പറഞ്ഞു. അങ്ങനെ സംസാരിച്ച് രാവിലെ മാനത്ത് നീല കളറ് വരുന്ന, ഒരു വെള്ള കളറ് വരുന്നവരെ ഒരു 5:30 വരെ സംസാരിച്ചു. ആ കഥയുടെ ഒരു വൺലൈനായി. അതാണ് മയിൽപ്പീലിക്കാവ് എന്ന് പറയുന്ന കഥ. ഒരു ടെക്നിക്കലി ബ്രില്യൻ്റ് ആയിട്ടുള്ള, ഒരുവിധം നന്നായിട്ട് ആ സമയത്തുണ്ടായിരുന്ന ഒരു പടമായിരുന്നു അതെന്ന് പറയുന്നത്. കുഞ്ചാക്കോ ബോബനും ജോമോളുമാണ് അഭിനയിച്ചത്. തിലകൻ ചേട്ടൻ ഒരു പ്രധാന ക്യാരക്ടർ അതിനകത്ത് ചെയ്യുന്നുണ്ടായിരുന്നു.
അത് ആദ്യം പ്രൊഡ്യൂസ് ചെയ്യാതിരുന്നത് കോക്കേഴ്സ് ഫിലിംസാണ്. അത് പിന്നെ ദിനേശ് പണിക്കറിലേക്ക് മാറി. ദിനേശ് പണിക്കറാണ് അതിൻ്റെ പ്രൊഡക്ഷനുമായിട്ട് പിന്നെ മുമ്പോട്ട് പോയത്. അസർബൈജാൻ, ഇന്തോനേഷ്യ, തജിക്കിസ്ഥാൻ, പെറു. സഞ്ചാരം വോളിയം നമ്പർ 14. ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. നമുക്ക് അതിന് പറ്റിയ ഒരു ലൊക്കേഷൻ വേണമായിരുന്നു. ആ ലൊക്കേഷൻ ഏറ്റവും അവസാനം ചെന്ന് നിന്നതെന്ന് വെച്ചാൽ അന്ന് കുതിരമാളിക ഷൂട്ടിന് കൊടുത്ത് തുടങ്ങിയിട്ടില്ല. കുതിരമാളിക കറക്റ്റായിരിക്കുമെന്ന് തോന്നി. പക്ഷേ അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് വെച്ചാൽ ആ പാലസിൻ്റെ പെർമിഷനാണ് കുതിരമാളികയ്ക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ അവിടെ പോയി കഥ അവർ പറഞ്ഞു, ഇല്ല കഥ ചിലപ്പം പലരും വന്ന് പറഞ്ഞിട്ട് ഇന്നാളൊരാൾ വന്ന് പറഞ്ഞ് രാജാക്കന്മാരെ മോശമായിട്ട് കാണിച്ചൊരു പടം ചെയ്തു, അതുകൊണ്ട് തരത്തില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു അങ്ങനല്ല, ഇത് വേറൊരു കഥയാണ് എന്നൊക്കെ പറഞ്ഞു. കഥയൊക്കെ പറഞ്ഞു, അവരെ കൺവിൻസ് ചെയ്തു. എന്നാൽ പിന്നെ കുറച്ച് പോർഷൻസ് തുറന്നു തരാം എന്ന് പറഞ്ഞു. പക്ഷെ തുറക്കുമ്പോൾ അതിനകത്തുള്ളൊരു ഭീകരത മനസ്സിലായതെന്ന് വെച്ചാൽ ഇതൊക്കെ അടച്ചിട്ടിട്ട് എത്രയോ വർഷങ്ങളായി, 100-150 വർഷത്തിൽ കൂടുതലായിട്ടുണ്ടാകും അത് അടച്ചിട്ടിട്ട്. അതൊന്നും ആയിരിക്കത്തില്ല, ചിലപ്പോൾ 2 തലമുറയോ 3 തലമുറയോ ഉണ്ടാവും. അതിനകത്തിൻ്റെ ആ ഫ്ലോറിലേക്ക് കയറാനേ പറ്റില്ല. അതിൻ്റെ ബാറ്റ്സിൻ്റെ സെക്രീഷൻ എന്നൊക്കെ പറയുന്നത് ഇത്ര പൊക്കത്തിലാണ് കിടക്കുന്നത് സെക്രീഷൻ. അതിൻ്റെ വേസ്റ്റേജൊക്കെ കിടക്കുന്നത് അങ്ങനെയാണ്. നാറിയിട്ട് അതിനകത്ത് കയറാൻ പറ്റത്തില്ല. നല്ല റൂമുകൾ, അതിനകത്തൊക്കെ കയറാൻ ബുദ്ധിമുട്ടാണ്. അതെല്ലാം നിന്ന് പതുക്കെ പിന്നെ ക്ലീൻ ചെയ്യിച്ച് തുടങ്ങി. ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടാണ് അതിനകത്തൊക്കെ ഒന്ന് എൻട്രി ആയത്. പിന്നെ അതിൻ്റെ ഒരു ഫീല് കിടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അത്തരം ഒരു ലൊക്കേഷനിൽ തന്നെ ആയിരുന്നു ആ സിനിമയുടെ കഥ എന്ന് പറയുന്നത്. വളരെ വർഷങ്ങളായി അടച്ചിട്ട ഒരു വീട്ടിലേക്ക് കുറേ ആൾക്കാർ വന്ന് ജോയിൻ ചെയ്യണം. അപ്പോൾ ഈ പാസ്റ്റ് ലൈഫിലുണ്ടായിരുന്ന 2 പേര് കണ്ടുമുട്ടുകയും ചെയ്യുന്ന ഒരു കഥയാണ്. അപ്പം എനിക്ക് ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് ആ ആക്ച്വൽ ലൊക്കേഷനിൽ നിന്ന് ഷൂട്ട് ചെയ്യുന്ന അതേ ഒരു ആ കഥയിൽ പറഞ്ഞിട്ടുള്ളൊരു പഴയ വീടിൻ്റെ ഒരു ഫീല് മൊത്തത്തിൽ ആ കഥയിലുണ്ടായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, ഷൂട്ട് കാണാൻ വേണ്ടിയിട്ട് രാജാവ് ഒരിക്കൽ കൊട്ടാരത്തിൽ നിന്ന് വരികയും ഒക്കെ ചെയ്തു. അപ്പം അങ്ങനെ പോകുന്നൊരു സമയത്തെന്ന് വെച്ചാൽ അപ്പോൾ ആ ലൊക്കേഷൻ അതിനെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. അപ്പോഴാണ് നമുക്കൊരു കുളം വേണം വേണ്ടത്. അപ്പം ഈ കൊട്ടാരത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കുളമുണ്ട്. അപ്പം നമുക്കത് ക്ലീൻ ചെയ്തെടുക്കാം എന്നുള്ളതായിരുന്നു ഉദ്ദേശമെന്ന് പറയുന്നത്. അപ്പം അവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞു നിങ്ങളത് ക്ലീൻ ചെയ്തോ എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യത്തെ ഒരു മോട്ടർ വെച്ചിട്ട്, അത്ര വലിയ കുളമൊന്നും അല്ല അത്, എങ്കിൽ തന്നെ ഒരു മോട്ടർ വെച്ചിട്ട് ക്ലീൻ ചെയ്ത് തുടങ്ങി. ഒരു മോട്ടർ വെച്ച് ക്ലീൻ ചെയ്ത് തുടങ്ങി, ഒരു തരി പോലും വെള്ളം കുറയുന്നില്ല. സെക്കൻഡ് ഡേ ആയിട്ട് 2 മോട്ടർ വന്നു. ഒരു 5 ദിവസം കൊണ്ട് 5 മോട്ടർ വന്നു. ഈ 5 മോട്ടർ നോക്കുമ്പോൾ ചെറുതായിട്ടേ വെള്ളം കുറയുന്നുള്ളൂ. നമുക്കൊരു 15 ദിവസത്തേക്കാവും ഈ വെള്ളം കുറഞ്ഞത് ക്ലീൻ ചെയ്തിട്ട് വേണം ഷൂട്ട് ചെയ്യാൻ. 15, 10, 16 ദിവസം അത് കണ്ടിന്യൂസ് പമ്പ് ചെയ്തിട്ടും ഇതിനകത്തുനിന്ന് ഒരു തരി വെള്ളം പോലും താഴോട്ട് കുറഞ്ഞില്ല. അത്രയ്ക്ക് നോക്കുമ്പോൾ എവിടുന്നൊക്കെ അത് ഭയങ്കര ശക്തമായ ഉറവകൾ വന്ന് കയറുകയാണ്. മറ്റു കുളങ്ങളിൽ നിന്നൊക്കെ വന്ന് കയറുന്ന മാതിരിയാണ് അതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ. അതിൻ്റെ ഈ ആർക്കിടെക്ചറൽ ബ്രില്യൻസ് എന്ന് പറയുന്നത് അതിനകത്താണ്. പല സ്ഥലങ്ങളിൽ നിന്ന് വെള്ളം വന്ന് ഇതിനകത്ത് ജോയിൻ ചെയ്ത് കയറുന്നതുകൊണ്ട് ഇതിനകത്ത് വെള്ളം ഒരു തരി പോലും കുറയത്തില്ല. അവസാനം ഷൂട്ട് തീരുമ്പോഴത്തേക്ക് ഞങ്ങൾ എന്ത് വെച്ചാൽ വേറെ പോയി ഷൂട്ട് ചെയ്തു കുളം. ഈ ശ്രമം ഉപേക്ഷിക്കുകയും ചെയ്തു. അതേ അനുഭവം തന്നെ എനിക്ക് പിന്നെ ഒരു സ്ഥലത്തുണ്ടായിരുന്നു. ഞാൻ പകൽപൂരം എന്ന് പറഞ്ഞൊരു പടം ചെയ്തു. അത് തെങ്കാശിയാണ്. തെങ്കാശി പകൽപൂരം ചെയ്യുമ്പോഴത്തേക്കെന്ന് വെച്ചാൽ ഇതുമാതിരി തന്നെ ഒരു കുളം വേണം. ഒരു പഴയ അമ്പലം അവിടെ ഉണ്ട്. ആ അമ്പലത്തിന് മുമ്പിൽ ഒരു വലിയ കുളം, എനിക്ക് തോന്നുന്നു ഒരു 1.5 ഏക്കറുള്ളൊരു സ്ഥലത്തൊരു കുളം. പക്ഷേ അതിനകത്ത് കാടൊക്കെ വളർന്ന് നിൽക്കുക. അവിടെ വേറെ കുളങ്ങളില്ലാത്തതുകൊണ്ട് നമ്മൾ തീരുമാനിച്ചു എന്ന് വെച്ചാൽ ഇതിൻ്റെ കാട് വെട്ടിത്തെളിച്ചിട്ട് ഇതിനകത്തേക്ക് വെള്ളം പമ്പ് ചെയ്ത് നമുക്കൊരു കുളമാക്കി എടുക്കാമെന്ന് തീരുമാനിച്ചു. ഇത് കാടൊക്കെ വെട്ടിത്തെളിച്ചു, പക്ഷേ വെള്ളം പമ്പ് ചെയ്ത് തുടങ്ങിയപ്പോഴത്തേക്ക് അറിഞ്ഞു എത്ര വെള്ളം ഒഴിച്ചാലും അത് അന്നേരം അങ്ങ് വറ്റിപ്പോവും. അത് ശ്രമം നടക്കുന്നില്ല എന്ന് തോന്നിയപ്പോൾ ആരോ പറഞ്ഞു ഇതിന് ഒരു 2-3 കിലോമീറ്റർ അപ്പുറമുള്ള ഒരു ഓൾഡ് ഉറ്റാലം ഫോളുമായിട്ട് ബന്ധമുണ്ട്. ആ ഓൾഡ് ഉറ്റാലം ഫോം ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വെള്ളം വരുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങ് തിരക്കിപ്പം കറക്റ്റാണ്. അതെന്ന് വെച്ചാൽ എത്ര ദൂരമാണ്, അതാണ് ഞാൻ പറഞ്ഞത്. അതിൻ്റെ നമ്മുടെ പഴയ അതും നമ്മുടെ കേരള രാജവംശത്തിൻ്റെ കീഴിലുണ്ടായിരുന്നതാണ് ഈ കുളവും ഇതുമൊക്കെ.
അതൊരു 3 കിലോമീറ്ററിൻ്റെ അപ്പുറമുള്ള ഫോൾസിൽ നിന്നുള്ള വെള്ളം ഇവിടെ വരുത്താൻ പറ്റും. അത് ബ്ലോക്ക് ചെയ്താൽ വെള്ളം വരും. അങ്ങനെയെന്ന് വെച്ചാൽ ഷൂട്ടിങ്ങിൻ്റെ തലേന്ന് നമ്മൾ രാത്രിയിൽ പൈസ കൊടുത്തിട്ട് അത് അവിടെ ബ്ലോക്ക് ചെയ്യുക. ബ്ലോക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്കെന്ന് വെച്ചാൽ ഒരു 3 മണിക്കൂർ കഴിയുമ്പോൾ ഇതിനകത്ത് വെള്ളമായി തുടങ്ങി. വെള്ളം മേളിലോട്ട് വന്നപ്പോഴത്തേക്ക് ഇത് വെള്ളം ഒരാൾ കുളിക്കുന്ന അത്രയും വെള്ളം വേണം. എന്ന് വെച്ചാൽ അതിനകത്ത് ഒരു ഹൊറർ ഫിലിമാണ് ഈ പകൽപൂരം എന്ന് പറയുന്നത്. ഒരു ഹ്യൂമർ ഹൊറർ ഫിലിമായിരുന്നു. അതിനകത്തുനിന്ന് ഒരു യക്ഷിയുടെ ഒരാൾ ഇങ്ങനെ താഴോട്ട് പോകുന്നതാണ് അതിൻ്റെ ഒരു ഷൂട്ട് ചെയ്യേണ്ട സാധനം എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ വെള്ളം തലയ്ക്ക് വരെ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു 3-4 മണിയായി രാവിലെ. ലൈറ്റൊക്കെ ഓൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കാണ് നമ്മൾ കാണുന്നത്. ലൈറ്റ് ഓൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കാണ് കാണുന്നത് വെച്ചാൽ വെള്ളത്തിൽ നിറയെ പാമ്പാണ്. ഇത്ര നീളത്തിലുള്ള എന്തോ പാമ്പ് മാതിരി ഒരു സാധനമാണ് ഫുൾ വെള്ളത്തിൽ. ഇത്ര സ്ട്രെയിൻ ചെയ്തതല്ലേ, ഇറങ്ങാതിരിക്കാനും പറ്റത്തില്ല. ഇറങ്ങേണ്ടത് ഗീതു മോഹൻദാസാണ്. ഗീതു മോഹൻദാസ് വന്ന് കണ്ടപ്പോഴേ അവിടെ കംപ്ലീറ്റ് ഗ്യാസും പോയി. പക്ഷേ ചേട്ടാ എനിക്കിറങ്ങാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് ബഹളമായി. പിന്നെ ഒരു വിധത്തിൽ കരഞ്ഞുകൊണ്ട് ആ കുട്ടി അതിനകത്ത് ഇറങ്ങി. എന്തൊരു ധൈര്യത്തിൻ്റെ പുറത്താണ് അത് ഇറങ്ങിയെന്ന് അറിയത്തില്ല. അത് ഇറങ്ങി ആ പോർഷൻ ഷൂട്ട് ചെയ്തു. ഞാൻ ആ ഷൂട്ട് ചെയ്തതിനെ കുറിച്ചിട്ടല്ല പറയുന്നത്, നമ്മുടെ ഒരു ആർക്കിടെക്ചറൽ ഒരു ബ്രില്യൻസാണ്. ഇവിടെ വറ്റാത്ത കുളം എന്ന് പറയുന്നതും മറ്റേ വെള്ളം വരേണ്ടത് 3 കിലോമീറ്റർ അപ്പുറം ഒരു സ്ഥലം ബ്ലോക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇതിനകത്ത് വെള്ളം വന്ന് നിറയുന്നു എന്ന് പറയുന്നതും ആയിട്ടുള്ള നമ്മുടെ വാസ്തുശില്പകലയുടെയൊക്കെ ഒരു പ്രാവീണ്യം എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് ആണ് ഈ കഥ പറഞ്ഞത്. ജയറാമിനെ വെച്ച് ഞങ്ങൾ ചെയ്ത രണ്ടാമത്തെ ഒരു പടം എന്ന് പറയുന്നത് പട്ടാഭിഷേകമായിരുന്നു. പട്ടാഭിഷേകത്തിൻ്റെ കഥയുടെ ഒരു തുടക്കം എന്ന് പറയുന്നത് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ജയറാമിന് ആന എന്ന് പറഞ്ഞാൽ ഭയങ്കര താല്പര്യമുള്ളൊരു കാര്യമെന്നറിയാം. അപ്പം ഞങ്ങൾ വിചാരിച്ചൊരു ആനയെ വെച്ചിട്ടൊരു കഥ ചെയ്യാം എന്ന് ഞങ്ങൾ തീരുമാനിക്കുന്നു. ആനയെ വെച്ചിട്ടൊരു കഥ കിട്ടി. കഥയല്ല, സിറ്റുവേഷൻസ് കിട്ടി. ഒരാൾ ഭയങ്കര ബുദ്ധിമുട്ടിലായിട്ടിരിക്കുന്നു. അയാളുടെ അമ്മാവൻ അവിടെ നിന്ന് ഒരു എഴുത്ത് വരുന്നു, എൻ്റെ മോളെ നിനക്ക് തരികയാണെന്ന് പറയുന്നു. ഇയാൾ ചെന്നപ്പോഴത്തേക്ക് അതൊരു ആനക്കുട്ടിയായിരുന്നു. ഈ ആനയെ കൊണ്ട് നടന്ന് ഇയാൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളായിരുന്നു കഥ എന്ന് പറയുന്നത്. അപ്പം ജയറാം കഥ സിറ്റുവേഷൻ കേട്ടിട്ട് പറഞ്ഞത് നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ നമുക്കുള്ളൊരു ഡേറ്റായി കാര്യങ്ങളായി നമുക്കുള്ളൊരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഇതിനൊരു ബേസിക് കഥയില്ല എന്ന് പറയുന്നത് ഒരു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം അതിൻ്റെ സ്ക്രിപ്റ്റ് രാജൻ ഗിരിയത്തായിരുന്നു. അപ്പം രാജൻ ഗിരിയത്ത് ഹ്യൂമർ വളരെ നന്നായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരാളാണ്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കെന്ന് വെച്ചാൽ ഷൂട്ട് തുടങ്ങാൻ പോകുന്നു. അപ്പം മുമ്പേ പറഞ്ഞ മാതിരി തന്നെ ഇതെല്ലാം ഒറ്റപ്പാലത്തായിരുന്നു ഷൂട്ടുകളല്ല. അപ്പോൾ ആരോ പറഞ്ഞു കേട്ടു ഇങ്ങനെ IV ശശിയുടെ ഒരു പടം നിന്നു പോയിട്ടുണ്ട്. അതിനകത്തെ കഥ എന്ന് പറയുന്നത് ഒരു നമ്പൂതിരി അമ്പലത്തിലെ സ്വർണ്ണങ്ങളെടുത്ത് പണയം വെച്ചു, അയാൾക്ക് തിരിച്ചു വെക്കാൻ അയാൾ കിടന്ന കഷ്ടപ്പാടാന്ന് പറഞ്ഞു. അപ്പം ഞാൻ രാജഗിരിയത്തിൻ്റെ പറഞ്ഞു, രാജാ ഇതിനകത്ത് മിക്സ് ചെയ്താൽ ഇത് കറക്റ്റ് കഥയാണ്. നമ്മുടെ കഥ എന്ന് പറയുന്നത് തിരുവാഭരണം എടുത്ത് നമ്പൂതിരിയുടെ മോൻ പണയം വെക്കുന്നു. അയാൾക്ക് 6 മാസത്തിനുള്ളിൽ ഈ അമ്പലം 6 മാസം കഴിഞ്ഞേ തുറക്കത്തുള്ളൂ. അത് നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന ഒരു സാധനമാണ്. 6 മാസത്തിനുള്ളിൽ ഇയാൾക്കിത് തിരിച്ചു വെക്കണം. തിരിച്ചു വെച്ചേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ അവരെല്ലാവരും കള്ളന്മാരാവും. അതിൻ്റെ ഇടയ്ക്ക് ഇയാൾ ആനയെ കിട്ടുന്നതും ഈ ആനയുടെ നമ്മളുണ്ടാക്കി വെച്ചിരുന്ന മറ്റു കഥയായിട്ട് മെർജ് ചെയ്യുക എന്ന് വെച്ചു. ഇതെല്ലാം വളരെ പെർഫെക്റ്റായിട്ട് ചെയ്യുന്നു. എന്നിട്ട് നമുക്കൊരു കുറ്റബോധമുണ്ട്, ശശിയേട്ടൻ്റെ കഥയുടെ എലിമെൻറ്റ് മോട്ടിച്ചുകൊണ്ട്. അങ്ങനെ പ്രിവ്യൂവിന് ശശിയേട്ടനെ IV ശശിയെ തന്നെ വിളിച്ചിട്ട് ചെന്നൈയിൽ വിളിച്ച് ശശിയേട്ടൻ വന്നു. ശശിയേട്ടൻ സിനിമ കണ്ടിട്ട് ഇറങ്ങിയപ്പം നന്നായിട്ടുണ്ട് മോനെ എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, ശശിയേട്ടൻ ഏതെങ്കിലും കഥയായിട്ട് ബന്ധമുണ്ടോ നമ്മൾ മലയാളത്തിൽ വന്ന്? ഒരു കഥയായിട്ടൊരു ബന്ധവും ഇല്ല എന്ന് പറഞ്ഞു. ശശിയേട്ടന് പോലും മനസ്സിലാകാത്ത വിധത്തിൽ നമ്മളത് പാച്ച് ചെയ്തു എന്നുള്ളതാണ്. അപ്പം ഒരു കഥയുടെ ഒരു എലിമെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ അത് ആർക്കും മനസ്സിലാകത്തില്ല, അത് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്താൽ മതി എന്നുള്ളത്. അങ്ങനെ കഥയുടെ ഒരു ബേസായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിനകത്ത് പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ ക്യാരക്ടേഴ്സിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് എന്നുള്ളത് എന്ന് പറയുന്നത് ഇതിനകത്ത് ആനയ്ക്കാണ്. നമ്മളിതിനെ ആനയെ തിരക്കിയിട്ടൊരു പോക്കായി. പിന്നെ നമ്മൾ വിചാരിച്ചത് ഈസി ആയിരിക്കും ഒരു ആന എന്ന് ചോദിച്ചാൽ, ആർട്ടിസ്റ്റ് ആവാനല്ലേ പാട്. പക്ഷേ ഇത് ആർട്ടിസ്റ്റിനേക്കാളിലും കൂടുതൽ ഭീകരമായ ബുദ്ധിമുട്ടേണ്ടി വന്ന ഇതിനാണ്. അതിന് ആലപ്പുഴ പോയി, കോഴിക്കോട്ട് പോയി,
അപ്പോൾ പറഞ്ഞു കോയമ്പത്തൂർ സർക്കസ് ഉണ്ടെന്ന് പറഞ്ഞു. സർക്കസ് തിരക്കി നടക്കുകയാണ് മൊത്തം. സർക്കസിലല്ലേ ഇങ്ങനെ ഒരു ആനയെ കിട്ടത്തുള്ളൂ. സർക്കസ് എവിടെയൊക്കെ സർക്കസ് ഉണ്ടോ അവിടെ എല്ലാം പോയി. മധുരയിൽ പോയി. അങ്ങനെ സർക്കസ് തപ്പി നടന്ന് അവിടെയൊക്കെ ചെല്ലുമ്പോൾ വലിയ ആനകളാണ്. അപ്പോൾ അവർ പറയുന്നത് ഈ ആനകൾക്കൊന്നും അങ്ങനെ വരാൻ പറ്റത്തില്ല, അവർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് മാത്രമേ ഈ ആനകൾക്ക് വരാൻ പറ്റത്തുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുമോ? അതുമില്ല. അതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് 2 പേരായിരുന്നു. ജയറാമിൻ്റെ 2 ഫ്രണ്ട്സായിരുന്നു, KB രാജുവും ബാലുവും എന്ന് പറഞ്ഞ 2 പേരായിരുന്നു. അങ്ങനെ അവരും ഞങ്ങളും കൂടി ആനയെ തിരക്കി നടക്കുകയാണ്. ഷൂട്ടിങ്ങിന് അടുക്കുന്നു, ജയറാമിൻ്റെ ഡേറ്റ് അടുത്തടുത്ത് വരുന്നു. കല്യാണി എന്ന് പറയുന്ന ആനയാണ് പേര്. അതൊരു പെണ്ണാനയാണ്. നമ്മുടെ ഈ ആനയെന്ന് പറയുന്ന ആണാനയാണ്. അപ്പം ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് വെച്ചാൽ വളരെ ഇമ്പോർട്ടൻറ്റ് സീനൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കെന്ന് വെച്ചാൽ ആൾക്കൂട്ടമൊക്കെ ഉള്ളപ്പോഴത്തേക്ക് ഇത് മൂത്രമൊഴിക്കും. ഇത് മൂത്രമൊഴിക്കുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് തീരും, പരിപാടി തീരും. ഇതാണെന്ന് ആൾക്കാർക്ക് മനസ്സിലാകത്തില്ലേ. അപ്പം നമ്മൾ ഈ അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സ് ഒത്തിരി സ്ഥലങ്ങളിലുണ്ടല്ലോ. ആർട്ട് നോക്കാനുണ്ട്, കോസ്റ്റ്യൂം നോക്കാനുണ്ട്, ആക്ഷൻ കണ്ടിന്യൂറ്റി നോക്കാനുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ആന മൂത്രം ഒഴിക്കാൻ നോക്കാൻ ഉള്ള ആദ്യത്തെ ലോകത്താദ്യമായിട്ട് ഒരു അസിസ്റ്റൻറ്റ് ഡയറക്ടർ വന്ന ഈ പടത്തിലായിരിക്കും. എന്നുവെച്ചാൽ ആന എപ്പം മൂത്രം ഒഴിക്കുന്നു അപ്പോൾ അവൻ കട്ട് പറയും.